السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സാധാരണ ഒരു ബാക്കി റമദാൻ അല്ലാത്ത ഒരു സമയത്താണ് നമ്മളൊരു ക്ലാസ് എടുക്കാൻ തീരുമാനിക്കുന്നതാണെങ്കിൽ എന്ത് വിഷയം എടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനേ ഇല്ല. ഓക്കെ, എന്തും എടുക്കാം അൽഹംദുലില്ലാ. കാരണം എന്ത് പറഞ്ഞാലും അത് ഇരുന്ന് കേൾക്കാനുള്ള ഒരു സദസ്സ് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖ് കൊണ്ട് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. കേൾക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുന്ന ഒരു 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 കൗം അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. പക്ഷേങ്കില് അപ്പൊ ഞാനിങ്ങനെ കുറെ ആലോചിച്ചപ്പം നമുക്കിപ്പോ റംസാനിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റംസാനിൽ യൂസ് ആവുന്ന ക്ലാസ് ആയിരിക്കണം അല്ലെ. ചില കാര്യങ്ങൾ നമ്മളിപ്പോ സാധാരണ മാസത്തിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഓക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും പൊതുവേ പറയാം. ഓക്കെ ഇന്നില്ല, ഇപ്പൊ ചില ആൾ കേൾക്കുമ്പോൾ ഒരു യാത്രയിലായിരിക്കും, ചിലപ്പോൾ അസുഖമായിരിക്കും, ചിലപ്പോൾ പ്രാക്ടിക്കലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ റംസാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് സമയമില്ല. എപ്പോഴാണോ നമ്മൾ ഇതിനെ പറ്റി അറിയുന്നത് ആ നിമിഷം തന്നെ നമ്മൾ അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കത് സാധിക്കുകയും ചെയ്യും. അതാണ് റംസാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാ അത് സ്വീകരിക്കാൻ ആളുണ്ട്. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറായിട്ട് നല്ല മനസ്സിന്റെ ഉടമകളായ കുറെ ആൾക്കാർ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അപ്പോ ഇപ്പൊ റംസാൻ മാസമായതുകൊണ്ട് റംസാനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് നമ്മൾ ചോദിക്കുന്നത്, എന്താണ് റംസാൻ, എന്തിനാണ് റംസാൻ? ഇത് രണ്ട് ക്വസ്റ്റ്യൻസ്. ഒന്ന്, എന്താണ് റംസാൻ എന്നുള്ളത്. രണ്ട്, എന്തിനാണ് റംസാൻ, എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. എല്ലാവർക്കും കോമൺലി അറിയുന്ന ഒരു കാര്യമാണ് ഖുർആൻ ഇറക്കിയ മാസമാണ്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ നോമ്പ് നോൽക്കുന്ന ഒരു മാസമാണ് അല്ലെ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. പക്ഷെ എന്തിനാണ് റംസാൻ? എന്തിന്? നമ്മൾ പട്ടിണി കിടന്ന് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താല നമുക്ക് റംസാനിൽ നോമ്പ് നോക്കാൻ പറഞ്ഞത്? നമ്മളെ പട്ടിണിക്കൊന്ന് പരിശീലിച്ചോട്ടെ, അതാണോ നമ്മളെ ഉദ്ദേശം? സത്യത്തില് ഈ റംസാൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മിലിറ്ററി, ഇപ്പൊ ഇന്ത്യൻ മിലിറ്ററിയിലായിക്കോട്ടെ, എവിടുത്തെ മിലിറ്ററിയിലായിക്കോട്ടെ, ഒരു ആളെ നമ്മൾ അതിൽ എടുക്കണമെങ്കിൽ ഭയങ്കര കഠിനമായ ട്രെയിനിങ് ആയിരിക്കും. ആ ഒരു ട്രെയിനിങ്ങിൽ പാസ്സായി കഴിഞ്ഞാലേ അവർക്ക് ആ മിലിറ്ററിയിൽ ജോയിൻ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു താല നൽകിയ ഒരു ട്രെയിനിങ് ആണ് റംസാൻ. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ പട്ടിണി എടുക്കാനുള്ള ട്രെയിനിങ് ആണ്. നമുക്ക് പട്ടിണി എടുക്കാൻ ട്രെയിനിങ് വേണം സത്യത്തിൽ. കാരണം ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഫുഡ് കഴിക്കാം. അതിന് വലിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കൊരു ഹോപ്പ് ഉണ്ട്, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ, ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. അതിന് നമുക്ക് ഒരു തടസ്സവും ഇല്ല, അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹു താല ഈ ട്രെയിനിങ് എന്തിനാന്ന് വെച്ചാല് ഈ അള്ളാഹു താല ട്രെയിനിങ് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. പക്ഷെ അള്ളാഹു താല ഈ ട്രെയിനിങ് എന്തിനാ നമുക്ക് തരുന്നത് എന്ന് വെച്ചാല്, അത്രയും കാരുണ്യമായ റബ്ബ് അള്ളാഹു താല റഹ്മാൻ റഹീമായ റബ്ബിന് നമ്മൾ സ്വർഗത്തിൽ കയറണം എന്നുണ്ട്, നമ്മൾ സ്വർഗാവകാശികളാവാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു ഫ്രീ ട്രെയിനിങ് ആണിത്. കാരണം അള്ളാഹു നമുക്ക് സ്വർഗം തരണമെന്നുണ്ട്. നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത് വേറെ കാര്യം, അത് നമ്മുടെ നന്ദിയില്ലായ്മയാണ്. നമ്മളത് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദിയില്ലായ്മയാണത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, എന്ത് മാറ്റം വരുത്തണമെങ്കിലും പൊതുവേ പറയുന്നത്, അതായത് നമ്മൾ ദീന്റെ കാര്യത്തിന്റെ അകത്തല്ല, അതിന്റെ പുറത്ത് വെച്ചിട്ടൊരു കാര്യം. ഇപ്പൊ ഒരു ട്രെയിനിങ്ങിന്റെ ഒരാളായിക്കോട്ടെ, ഒരു കൗൺസിലിങ്ങിന്റെ ആളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു പുതിയൊരു കാര്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തിന്മയായ കാര്യം നമുക്ക് ഒഴിവാക്കണം. അതിന് നമുക്ക് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാം? അത് 21 ദിവസം നല്ലോണം നമ്മൾ പരിശ്രമിച്ചാൽ മതി. 21 ദിവസം നമ്മൾ കഠിന പരിശ്രമം നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേണ്ടാത്ത കാര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും, നമുക്ക് ആവശ്യമുള്ള ഒരു പുതിയൊരു സ്വഭാവമാണ് നമുക്ക് കൊണ്ടുവരണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കും. ഇപ്പോ ഒരു സ്മോക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ കള്ളു കുടിക്കുന്ന ആളായിക്കോട്ടെ, അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ അത് ഒഴിവാക്കിപ്പിക്കലാണ്. മിക്കവാറും ആൾക്കാർ 21 ദിവസം അത് ഒഴിവാക്കി അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കും.
പക്ഷെ നമുക്ക് അൽഹംദുലില്ല അള്ളാഹു താല 21 കഴിഞ്ഞ് പിന്നെയും നമുക്ക് 9 ദിവസം എക്സ്ട്രാ തരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തഖ്വ വർദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ടില്ലെങ്കിൽ, നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ നോമ്പ് പ്രയോജനപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, നോമ്പ് പട്ടിണി കിടക്കാനുള്ള ട്രെയിനിങ് അല്ല. നോമ്പ് എന്താന്ന് വെച്ചാല് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തണമെന്ന്. ആ മാറ്റം ഈ നോമ്പിലൂടെ നമുക്ക് നേടാൻ പറ്റണം. ഏത് നന്മയാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത്, ഏത് തിന്മയാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്? ആരും പെർഫെക്റ്റ് മുത്തക്കിയൊന്നുമല്ല. നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സഹജമാണ്, സംഭവിക്കും അല്ലെ? എല്ലാവരുടെ ജീവിതത്തിലും ചെറിയൊരു തിന്മ ഇല്ലാതിരിക്കില്ല. അള്ളാഹു താല ഓരോ വർഷവും നമ്മളെ ട്രെയിൻ ചെയ്യാണ്. ഇപ്പൊ ഈ വർഷം ഒരു തിന്മ ഒഴിവാക്കി, അടുത്ത വർഷം നമുക്ക് പുതിയത് വന്നിട്ടുണ്ടാവും. അടുത്ത വർഷം അള്ളാഹു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു റമളാൻ തരുന്നുണ്ട്. അപ്പൊ നമ്മളെ റമളാൻ എന്താന്ന് വെച്ചാല് ഈ ഒരു നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ തിന്മകൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ്. അള്ളാഹു താല പറയുന്നില്ലേ, നമ്മുടെ ബക്കറയിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, സുമു ഖൈറുല്ലക്കും, നോമ്പ് നോൽക്കുന്നത് ഖൈറാണ്, അതിൽ നന്മയുണ്ട്. ഇൻ കുന്തും തഅലമൂൻ, ആർക്കാണത്? അത് നിങ്ങൾ ആരാണ്? നിങ്ങൾ അറിയുന്നുവെങ്കിൽ. നമ്മളതിൽ മനസ്സിലാക്കണം എന്താണ് ഖൈറുള്ളത്, റമളാനിൽ എന്ത് ഖൈറാണ് ഉള്ളത്. അള്ളാഹു താല പറയുന്നുണ്ട് നിങ്ങൾ അറിയുന്നുവെങ്കിൽ. അപ്പൊ നമ്മളത് അറിയണ്ടേ? സത്യത്തില് ഈ റമളാൻ കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയോ? നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹു താല തരുന്നുണ്ട്. കാരണം ഈ നോമ്പ് നോറ്റിട്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിടാൻ പറ്റും. അതെങ്ങനെയാന്ന് അറിയണ്ടേ? നമ്മളിപ്പോ രാവിലെ അത്താഴം കഴിക്കും അല്ലെ, വൈകുന്നേരം നോമ്പ് തുറക്കുന്നത് വരെ നമ്മൾ പലതും സഹിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ചൂട് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ചൂടിനെ നമ്മൾ അത് സഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ചൂട് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എന്താ പറയാ, നമ്മളെ ബോഡി എപ്പോഴും കൂളാണ്, നമുക്ക് ഏശുന്നില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും അത് ഏശുന്നുണ്ട്. എല്ലാരും അത് സഹിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ പല കാര്യങ്ങൾ, ഇതെന്ന് മാത്രമല്ല, നമ്മൾ വിശപ്പ് സഹിക്കുന്നുണ്ട്, നമ്മൾ ദാഹം സഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വിശന്നിട്ടേ ഇല്ല, എനിക്ക് ദാഹിച്ചിട്ടേ ഇല്ല? എല്ലാം ഉണ്ട് ജീവിതത്തിൽ, നമുക്ക് വരും, സ്വാഭാവികമാണ്. നമുക്ക് ഒന്നും സഹിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഇത് സഹിക്കുന്നത് നമ്മുടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു സഹനത്തിന്റെ പകലുകളാണ് നമ്മൾ നിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് നോമ്പ് എനിക്കുള്ളതാണ്. ആർക്കാണ്? അള്ളാഹു താലാക്ക് വേണ്ടിയുള്ളതാണ് നോമ്പ്. ഞാനാണ് അതിന് പ്രതിഫലം തരുന്നത്. അപ്പോ നമ്മളെ അള്ളാഹു താലയാണ് അതിന് പ്രതിഫലം തരുന്നത്. അള്ളാഹു താലാന്റെ പ്രതിഫലം എന്താണ്? നമ്മള് മനുഷ്യന്മാർ തരുന്നത് പോലെ കണക്ക് കൂട്ടിയിട്ടാണ് തരാം അല്ലെ. നമ്മൾ ഓരോരോ കാര്യം നമ്മളെ മനസ്സിൽ കണക്കുണ്ടാവും കൊടുക്കുമ്പോൾ. പക്ഷെ അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹു ഖനിയാണ്. അള്ളാഹുവിന് ഒന്നിനും ഒരു കുറവുമില്ല. അള്ളാഹുവിന് തന്നാലും 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 തീരാത്തത്ര അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുണ്ട്. അള്ളാഹു എന്താ പറയുന്നത്? നോമ്പ് എനിക്കുള്ളതാണ്. ആ ഒരു ഇബാദത്ത് മാത്രമേ അള്ളാഹു താല എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നില്ല അല്ലെ. അപ്പോ നമ്മൾ ഈ ക്ഷമ ഉണ്ടല്ലോ, ഈ സഹനം ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ഒരു പ്രതിസന്ധിനെ നമുക്ക് തരണം ചെയ്യാൻ മാത്രമല്ല. അപ്പോ ഇപ്പോ ഈ റംസാൻ മാസത്തിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ സാധാരണ മാസത്തിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തഖ്വയും ഒരു മനസാന്നിധ്യത്തെക്കാട്ടി കൂടുതൽ നമുക്ക് റംസാനിൽ നിസ്കരിക്കുമ്പോൾ ഉണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ആവും. ആ നിസ്കാരം നമ്മൾ മനസാന്നിധ്യത്തോട് കൂടിയിട്ട് നമസ്കരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി 11 മാസവും നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. നമ്മുടെ മനസ്സ് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ലേ? അത് റബ്ബിന് വേണ്ടിയിട്ടല്ലേ അല്ലെ. മനുഷ്യന് ആഗ്രഹമില്ലേ, വികാരമില്ലേ, വിചാരമില്ലേ? അതെല്ലാം മനുഷ്യൻ വേണ്ടാന്ന് വെക്കുന്നില്ലേ? അതെല്ലാം വേണ്ടാന്ന് വെക്കുന്നതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ മനസ്സിന് ഒരു കരുത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കരുത്ത് വേണ്ടേ? നമുക്ക് സാധാരണ രീതിയിൽ മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ റമളാനിൽ നമുക്ക് പറ്റുന്നില്ലേ?
നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോഴായിക്കോട്ടെ, റംസാൻ മാസത്തെ കാര്യം പറ, നമുക്കൊരു സാഹചര്യം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലം അതാണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ, അയ്യോ ഞാനില്ലേ, റംസാനാണ്, ഞാൻ വരില്ല. നമുക്കത് പറയാൻ പറ്റുന്നില്ലേ? അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയാ, ഒരു ശക്തി, ഒരു ക്ഷമ, അത് നമ്മള് ഈ പിന്നെ ഈ 30 പകലുകൾ കൊണ്ട് നമുക്ക് നേടാനാവണം. നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു താല പറഞ്ഞ പോലെ വാന്തസൂമു ഖൈറുല്ലക്കും, നോമ്പിൽ നിങ്ങൾക്ക് ഖൈർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഖൈർ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തത്തെ തന്നെ ജയിക്കുകയാണ് ഇതിലൂടെ. നമുക്ക് ആ വേറെ ആരെയും തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. വേറെ ആൾക്കാരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഏറ്റവും ടഫ് എന്താണെന്നറിയോ, നമ്മൾ സ്വന്തത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ അഡിക്ഷൻസ് ഉണ്ട് മനുഷ്യന്മാർക്ക്, അല്ലെ? ഇത് മാത്രമല്ല, എത്രയോ ആൾക്കാർ, മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ പോൺ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻഷാ അള്ളാ നമ്മൾ അതൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഫോൺ വീഡിയോസ് മാത്രമല്ല, നമ്മുടെ സാധാരണ റീൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്സ് ആയിക്കോട്ടെ, നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, നമുക്കത് ഈ റമളാനിൽ നമുക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അൽഹംദുലില്ലാ, ഈ റമളാനിലുള്ള ഖൈർ നമുക്ക് ലഭിച്ചു എന്നാണ്. നമ്മൾ വലിയ വൻപാപങ്ങളൊന്നും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല, പക്ഷെ ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ നന്മകളൊക്കെ ഇല്ലാതാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ തീരുമാനിക്കുക നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ തീരുമാനം എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ റംസാൻ എന്നുള്ളത്. നമ്മൾ സ്വയം ഒരു സിറ്റുവേഷൻ കണ്ടെത്തുക, അതിനുള്ളൊരു സിറ്റുവേഷനും കൂടിയാണ് അള്ളാഹു താല ഈ റംസാനിൽ തരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു അവസരമാക്കിയിട്ട് എടുക്കുക. അള്ളാഹു നമ്മളെ മുമ്പിൽ ഇട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ എല്ലാ മോശം സ്വഭാവങ്ങളും മാറ്റാനും നമ്മളെ നന്മകൾ അധികരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ള ഒരു സ്വഭാവമാണ്, അല്ലെ? ഇതിനു മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ, നിസ്കാരം കഴിഞ്ഞ് സലാം പൊട്ടുമ്പോഴേക്കും നമ്മൾ ഫോണ് കയ്യിലെടുക്കും. ഫോണ് കയ്യിലെടുക്കുന്ന കണ്ടാൽ ആരോ ഒരാൾ പറഞ്ഞതാണ്, അതിൽ സത്യമുണ്ട്. സത്യത്തില് ഈ അള്ളാഹു താല നമ്മളെ നമസ്കാരം സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാനുള്ള റിസൾട്ട് ഫോണിൽ വന്നതുപോലെയാണ് നമ്മൾ ഫോണ് കയ്യിലെടുക്കുക. സലാം പൊട്ടി 3 ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല, അതിനു മുമ്പേ ഫോൺ എടുക്കും. അതിനുള്ളൊരു ടിപ്പ് നമ്മുടെ ഹസീന ടീച്ചർ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മള് ഒരു 1/4 മണിക്കൂർ മുമ്പ്, ഒരു 15 മിനിറ്റ് മുമ്പേ ഫോൺ ഓഫാക്കി വെക്ക്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓണാക്കിയാൽ മതി. അതൊരു ബെസ്റ്റ് ടിപ്പാണ്. കാരണം നമ്മൾ എന്താണോ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് സംസാരിച്ചത്, ആ കാര്യം നമുക്ക് നമസ്കാരത്തിൽ ഇങ്ങനെ തകട്ടി വരും. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടേയില്ല. 15 മിനിറ്റ് മുമ്പ് ഫോൺ ഓഫാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഖുർആൻ പാരായണോ, എന്തെങ്കിലും ഒരു ഹദീസിന്റെ ബുക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമ്മളൊന്ന് നിസ്കരിച്ച് നോക്കിയേ. നമുക്കത് എന്ത് ചെയ്യാം, അപ്പൊ നമുക്കത് നമസ്കാരത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ഒരു വഴിയാണത്. നമ്മൾ മാറണമെന്ന് തീരുമാനിച്ചാല്, നമ്മൾ തീരുമാനിക്കുന്ന നമ്മൾ മാറണമെന്ന്, പിന്നെ അള്ളാഹു താല അതിനുള്ള വഴി എളുപ്പാക്കി തരും. അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ മനസ്സ് എന്നുള്ളത് നമ്മുടെ പിശാചിന്റെ വാഹനമാണ്. അല്ലേന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. പിശാചിന്റെ വാഹനമാണ് ഓരോരുത്തരുടെയും മനസ്സ്. അത് എങ്ങോട്ടാണോ നമ്മൾ തിരിക്കുന്നത്, ആ വഴിക്ക് നമ്മൾ പോകുന്നില്ലേ? നമ്മളെ മനസ്സിനെ പിശാച് പറയുന്നേ. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ എടുക്കാൻ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുക, അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷം ചോദിക്കാനായിരിക്കും നമ്മൾ ഒരാളെ വിളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നത് കുടുംബ ബന്ധം കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ആ നന്മയിലേക്ക് പിശാച് എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കും. എന്നിട്ട് നമ്മളെ നാവിനെ ഭരിക്കും, നമ്മുടെ കൈയിനെ ഭരിക്കും, നമ്മുടെ കാതിനെ ഭരിക്കും, നമ്മുടെ കണ്ണിനെ ഭരിക്കും. നമ്മൾ അതിന് നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളോട് എന്താ പറയാ, ഫോൺ എടുത്ത് എല്ലാ വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ തന്നെ വെച്ചാൽ മതി. ഇപ്പൊ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയോ, ഫോണ് വിളിക്കാതിരിക്കുക എന്നുള്ളത്. എന്താ വേണ്ട, വോയിസ് അയച്ചോളാം. ഈ വോയിസ് അയക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ, ആവശ്യമുള്ള കാര്യം മാത്രമേ പറയൂ. ഒരു സലാം പറയും, കാര്യം പറയും, തീർന്നു. അൽഹംദുലില്ലാ. അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എനിക്ക് പലവട്ടവും തോന്നിയിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാരെ വിളിക്കുന്നതിന് പകരം വോയിസ് ഇട്ടിട്ട് അവിടെ വെക്കും.
വോയിസ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം മാത്രമേ അവരും അത് മാത്രമേ പറയുള്ളൂ. പിന്നെന്താ പിന്നെന്താ ഇങ്ങനെ ചോദിക്കൂല നമ്മള്. ഈ പിന്നെന്താന്ന് ചോദിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ അയൽവാസിന്റെ കഥയും അപ്പുറേ മാമന്റെ കഥയും ഒരു ഉപ്പാന്റെ പെങ്ങളെ കഥയും അമ്മയമ്മന്റെ കഥയും എല്ലാം വരുന്നത്. ഈ പിന്നെന്താന്നുള്ള ചോദ്യം വോയിസിൽ വരില്ല. നമ്മള് ഈ പിശാച് പോകുന്ന വഴിക്കൂടെ ഒക്കെ നമ്മൾ പോകുന്നെന്ന് പറയാൻ കാരണം എന്തെന്നത് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നമ്മൾ രാവിലെ എണീറ്റിട്ട് തഹജ്ജുദ് ചെയ്യുന്ന നിസ്കരിക്കുന്ന ആളായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പലതും തീരുമാനിക്കും. ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന നന്മകൾ ചെയ്യണം, ഇന്ന നിസ്കാരം ചെയ്യണം, ഇത്ര ഖുർആൻ പാരായണം ചെയ്യണം, അല്ലെ? എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ ജീവിതത്തിൽ? അത് ശൈത്താൻ കയറി ഇരുന്നിട്ട് നമ്മളെ വഴി മാറ്റിയില്ല, അല്ലെ? അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലീനിങ് പണി. വീട്ടിലെ എല്ലാ ക്ലീനിങ് വന്നായിരിക്കും. എന്നാണോ നമ്മൾ നന്മ ചെയ്യണം തീരുമാനിക്കുന്നത് അന്ന് നമുക്ക് ഇരട്ടി പണിയായിരിക്കും, അല്ലെ? അന്നത്തെ ദിവസം നമ്മളെ പണി തീരെയില്ല. അല്ലെങ്കിൽ വെറുതെ മനസ്സിലൊരു ക്ഷീണം തോന്നുക. നമ്മളൊരു 10 മണി വരെ എങ്ങനെ എനർജറ്റിക് ആയിട്ട് നിന്ന് കടിച്ചു പിടിച്ച് നമ്മൾ ചെയ്യുമായിരിക്കാം. ഒരു 10-11 മണിയാകുമ്പം അത് തീർന്നു. പിന്നെ നമ്മൾ ശൈത്താൻ നയിച്ച വഴിയിലൂടെ അങ്ങ് പോക്കന്നെ. അത് ഏത് വഴിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മതി, കഴിയില്ല, നാളെ തുടങ്ങാം, അല്ലേ? എല്ലാരും തീരുമാനിക്കുന്നതിനല്ലേ. ഞാനും തീരുമാനിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെയാവും. പക്ഷെ അതിനുള്ള ബെസ്റ്റ് ടൈം ഇതാണ്. ഇവിടെ ഒന്നിനും നേരമില്ല. ഈ റംസാൻ മാസത്തിൽ ഇതിനും നേരമില്ല. നമുക്ക് അടുക്കളയിൽ കൂടുതൽ പണിയില്ല, അല്ലെ? ഒരാളെ നമ്മൾ വിളിക്കുന്നില്ല. വിളിച്ചാൽ തന്നെ അൽഹംദുലില്ല ഇന്ന് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും റംസാനാണ്, നമുക്ക് അനാവശ്യ വർത്താനം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഓതാനുണ്ട്, ഖത്തം തീർക്കാനുണ്ട്, അല്ലെ? ലുഹാസ്കരിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാരണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ മനസ്സ് പിശാചിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ല റഹിമ റബ്ബി എന്ന് പറയുന്നുണ്ട്. കാരണം റബ്ബ് കരുണ കാണിച്ചാൽ മാത്രമേ മനസ്സിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമുക്കില്ല, ഞാൻ ഈ കാര്യത്തിനില്ല, ഞാൻ നിങ്ങളെ കൂടെ ഇല്ല എന്ന് ഒരു തവണ പറഞ്ഞാൽ മതി. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എന്നോടൊന്നും പറയരുത്, എന്നെ ഒന്നിനും വിളിക്കരുത്, ഞാനില്ല ഇതിനു വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് തൗബ ചെയ്യാൻ പറ്റണം. നമ്മൾ ആ തൗബ ചെയ്താൽ ഒരു ഗുണം എന്താണെന്നറിയോ? പിന്നെ പിശാചിന് നമ്മുടെ ശരീരത്തിൽ കയറാൻ പറ്റില്ല. അതിനൊരു തടസ്സായി അവിടെ. കാരണം ഓൾറെഡി കയറാൻ പറ്റില്ല, പിശാചില്ല, അള്ളാഹു ബന്ധിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ പിശാചിനെക്കാളും മോശം ആൾക്കാരായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളാണത്. അതൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു താല എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? നമ്മളെപ്പോഴും മേലോട്ട് നോക്കുന്നുണ്ട്. ഒരു കിഡ്നി ഫെയിലിയർ ആയ ഒരാളുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്കൊരു വെള്ളം കുടിക്കണമെങ്കിൽ റംസാൻ ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, അവർക്ക് നോമ്പ് പോലും കൃത്യമായിട്ട് നോൽക്കാൻ പറ്റില്ല. ഈ ഈ നോമ്പ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് ചായ ആയിട്ടും വെള്ളമായിട്ടും ജ്യൂസ് ആയിട്ടും കഴിക്കുന്ന കറി പോലും ആ വെള്ളത്തിന്റെ ഒരു അളവുണ്ട് ഡോക്ടർ പറഞ്ഞത്. ആ അളവിൽ മാത്രമേ കഴിക്കാം, അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു നമ്മുടെ ദാഹം തീരുന്നത് ഒരു വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിനേക്കാളും ഒരു അള്ളാഹു താല നമുക്ക് അൽഹംദുലില്ലാ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തി തന്നിട്ടില്ലേ? പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ ആവശ്യം അടയ്ക്കട്ടെ. നമ്മള് വരുന്നവർക്ക് ഒന്നും കൊടുക്കാതെ അവരെ തിരിച്ചയക്കുന്നതിനേക്കാളും എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമുക്ക് തന്ന ചെലവിന്റെ പൈസ ആയിരിക്കാം ചിലപ്പം ഒരു 100 രൂപ ഒരാൾക്ക് കൊടുക്കാനുള്ള നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. കാരണം സാധാരണ മാസത്തിൽ ചെയ്യുന്നതിനേക്കാളും 70,000 ഇരട്ടി കൂലി നമുക്ക് റമദാനിൽ കിട്ടും. അള്ളാഹു താല നമ്മൾ കൊടുത്ത സദഖ വെറുതെ ആക്കില്ല. അത് നമുക്ക് ദുനിയാവെന്നും ആഖിറത്തുനിന്നും തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ കുടുംബത്തിലുണ്ടാവും ചിലപ്പം, നമ്മൾ അടുത്ത ആൾക്കാരായിരിക്കാം, നമ്മൾ അയൽവാസികളായിരിക്കും, അവിടെ വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ ബാക്കി എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ടാവും, എന്നാൽ അവരെ കാര്യം നമ്മൾ കണ്ടില്ല നോക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ ആളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആദ്യം അവരെ സഹായിക്കണം.
പിന്നെന്താണെന്നറിയോ, ഈ റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ പരിചയത്തിലായിക്കോട്ടെ, അയൽവാസികളിലായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, നമസ്കരിക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെങ്കിൽ അവര് ആ മാസം നമസ്കാരം തുടങ്ങാൻ പറ്റിയൊരു അവസരമാണ്. കാരണം ബാക്കി ഏത് മാസം തുടങ്ങിയാലും അവർ ചോദിക്കാം, ആ ഇതെന്താണ് ഇപ്പൊ ഒരു നിസ്കാരം ചോദിക്കും. പക്ഷെ റമദാൻ മാസത്തിൽ അത് തുടങ്ങിയാൽ ആ ചോദ്യം വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നന്മകൾ തുടങ്ങാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് റമദാനിൽ കിട്ടാന്നുള്ളത്. ഒരു തട്ടയിടാത്ത ഒരു പെൺകുട്ടി, ഒരു ഹിജാബ് ധരിക്കാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു ഹിജാബ് ധരിക്കാൻ പറ്റിയ ഒരു മാസമാണിത്. ആരും ചോദിക്കില്ല, ആരും കളിയാക്കില്ല. കാരണം റമദാനാണ്. അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ അതിനൊരു മുട്ട് വരില്ല. നമുക്ക് നമ്മളെ എന്താ പറയാ, നമ്മളെ നഫ്സിന്റെ കുറെ ഇച്ഛകൾ ഉണ്ടാവും അല്ലെ, അനാവശ്യ ഭക്ഷണശീലങ്ങൾ ഉണ്ടാവും നമുക്ക്. അതൊക്കെ നമുക്ക് നോമ്പ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റണം. നമുക്ക് എന്താ പറയാ, ഔദാര്യമുള്ളവനാകാൻ പറ്റണം. ഇതൊക്കെ പറ്റും ഇൻഷാ അല്ലാഹ്. അതിനാണ് അള്ളാഹു താല നമുക്ക് ഈ മാസം നിശ്ചയിച്ചു തന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെയുള്ള ട്രെയിനിങ് ആണ്. നമ്മുടെ കണ്ണിനെ, കാതിനെ, നാവിനെ, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ എല്ലാം ഇങ്ങനെ മോൾഡ് ചെയ്തിട്ട് ദ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാം, മിലിറ്ററി ട്രെയിനിങ്ങില് ചെറിയ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പിന്നെ അവരെ അതിലെടുക്കില്ല. പക്ഷെ അള്ളാഹു താല അങ്ങനെയല്ല. നമ്മളെ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിലും റബ്ബിന് പ്രശ്നമില്ല, അള്ളാഹു മാപ്പാക്കും. ചില കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്തതുണ്ട് അല്ലെ. ഇപ്പൊ ചില ആള് ഒരു ഈ റമദാൻ മാസത്തിൽ 5-6 ഘട്ടം തീർക്കുന്ന ആളുണ്ടാവും. എന്ന് കരുതിയിട്ട് 1-2 ഘട്ടം തീർക്കുന്ന ആളെ അള്ളാഹു പരിഗണിക്കാതിരിക്കൂലോ. അള്ളാഹു റഹ്മാൻ റഹീമാണ്. അള്ളാഹർക്ക് എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്ന് അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളതിനെ മെച്ചപ്പെടുത്താനുള്ളതാണ്. നമ്മളെ സ്വഭാവം എങ്ങനെയാണ് അത് റമദാനിന് മുന്നേ നമ്മൾ തീരുമാനിച്ചിരിക്കണം. നമ്മളതിങ്ങനെ നമ്മുടെ ആയിഷ തന്ന ഒരു ബുക്കില്ലേ, ഇൻറ്റു അമലിന്റെ ബുക്കിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവണമായിരുന്നു. ഈ മാറ്റങ്ങൾ എനിക്ക് റമദാനോട് കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇത് ഞാൻ നന്നാക്കും, ഞാൻ ശ്രമിക്കാന്നല്ല, ഞാൻ നന്നാക്കും. അതായിരിക്കണം നമ്മുടെ നീയത്ത്. ഇപ്പോ ഇന്നേക്ക് അൽഹംദുലില്ലാ 15 നോമ്പായി. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, ഈ 15 ദിവസം കൊണ്ട് എന്ത് മാറ്റാണ് നമുക്ക് വന്നത് എന്നുള്ളത്. 15 ദിവസം അള്ളാഹു തന്ന ഔദാര്യം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്ത് മാറ്റാണ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുള്ളത് അല്ലെ? കുറെ ഭക്ഷണം ഉണ്ടാക്കുക, അത് തിന്ന, അത് അലസമായി കിടന്നുറങ്ങുക, പിന്നെ വീട് വൃത്തിയാക്കുക. ഇതാണോ നമ്മുടെ ജീവിതം? പണ്ടത്തെ പോലെ തന്നെ 11 മാസം പോലെ തന്നെയാണ് ഈ മാസം പോയത്. അല്ലാണ്ട് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം വന്നിരുന്നോ? നമ്മുടെ ഇബാദത്തുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അവരവര് സ്വയം വിലയിരുത്തിയാൽ മതി. നമുക്ക് മറ്റുള്ളവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു ഹക്കും ഇല്ല, ഒരു റൈറ്റും ഇല്ല. നമ്മൾ പെർഫെക്റ്റേ അല്ല, നമ്മളെ ശരിയില്ല. നമ്മൾ എങ്ങനെ ഒരാളെ നമ്മൾ പിന്നെ ജഡ്ജ് ചെയ്യാന്? അവർക്കൊരു മാറ്റം വന്നിട്ടില്ല. ഇവർക്ക് റമദാനായിട്ട് പോലും ഒരു മാറ്റമില്ല. ആർക്കും മാറ്റമില്ല. നമ്മൾ മാറിയോ? നിങ്ങൾക്ക് അതൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത്. മറ്റുള്ളവരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ മാറിയിട്ടില്ല. അവര് മാറിയോ ഇല്ലെന്ന് അവർക്കും അള്ളയും തമ്മിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങള് നമുക്ക് ചിലപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, ആരും അറിയുന്നുണ്ടോ, പക്ഷെ ഞാനും അള്ളയും അറിയുന്നുണ്ടാവും. എനിക്കറിയായിരിക്കും എന്റെ ഈ നെഗറ്റീവ് തോട്ട്സ് എന്താണ്. എന്റെ മനസ്സിൽ അസൂയ ഉണ്ടോ, കുശുമുണ്ടോ, നീരസം ഉണ്ടോ ആരോടെങ്കിലും? അതൊക്കെ മാറ്റാനുള്ള ബെസ്റ്റ് ടൈം അത് ഉണ്ടായിട്ട് നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു അത് സ്വീകരിക്കില്ല ആ നോമ്പ്. പിന്നെ നമ്മുടെ സമയം എപ്പോഴും പോകുന്നത് നമ്മുടെ മൊബൈൽ. അത് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, നമ്മൾ അറിയേയില്ല. നമ്മൾ ചിലപ്പോ ഒരു അതായത് ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുക, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കിറാത്ത് കേൾക്കാനായിരിക്കും. ചില ആയത്ത് നമുക്ക് കിട്ടില്ല, അതെങ്ങനെയാണ് ഓതണ്ടേ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുക. പിന്നെ അതിലിങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിശാജിന്റെ വാഹനമാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പിന്നെ മണിക്കൂർ കണക്കിന് അതിലങ്ങ് സ്പെൻഡ് ആയി പോകും. വേറൊരു കാര്യം, ഈ റമദാനില് എല്ലാ മാസത്തിനേക്കാളും ഒരു പ്രത്യേകത എന്താണെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ഈ മാസം നമുക്ക് ദീനിലല്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ മാസമാണ് നമുക്ക് ഏറ്റവും കുറച്ച് ഭക്ഷണം വേണ്ടത് അല്ലെ. നമുക്ക് ഒരു നേരെ ഫുഡ് വേണ്ടുള്ളൂ.
ഒരു ദിവസം ഒരു നേരെ വേണ്ടു. കാരണം ഇന്ന് രാത്രി കഴിച്ചു ഒരു നേരെ, ഇനി നാളെ രാവിലത്തെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഏറ്റവും ഭക്ഷണം കുറഞ്ഞ ഈ റംസാനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഈ 11 മാസവും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം നമുക്ക് കഴിച്ചു തീർക്കാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോരോ വെറൈറ്റീസ് കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കുന്നത് റംസാനിലാണ്. ഏറ്റവും ഭക്ഷണം കുറഞ്ഞ റംസാനിലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത് ഈ മാസത്തിലാണ്. ആകെ 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 10 നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ നമ്മൾ ചെലവാക്കുന്നില്ലേ? ആലോചിച്ച് നോക്കി. പിന്നെ എന്ത് റംസാനാണ്, എന്ത് മാറ്റാണ് നമുക്ക് വന്നത്? അള്ളാഹു പറയുന്നുള്ളൂ, കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഔലാ തസ്റഫു, എന്നാൽ എന്ത് ചെയ്യണം? അത് അമിതമാക്കരുത് എന്നുള്ളത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആയിഷ മറ്റേ ബക്കറയിൽ നമ്മൾ ആയിഷ ടീച്ചർ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കുലു വഷ്റബു, പിന്നെ നിങ്ങൾ നല്ലത് ഭക്ഷണം കഴിക്കുക, ഞാൻ തന്ന റിസ്കിൽ നിന്ന്. അത് നമ്മൾ കേട്ടു, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ നല്ലത് മാത്രം കഴിക്കുന്നത്, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അനാവശ്യ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു താല വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം അമിതല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇത് തീറ്റയുടെ മാസമാണോ? തീറ്റയുടെ മാസമാണോ? നമ്മളത് തീറ്റയുടെ മാസമാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിലില്ലേ, നിങ്ങൾ കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക്, എന്താണ് റമളാന്റെ പ്രത്യേകത എന്ന്. തീർച്ചയായിട്ടും ആ മക്കള് പറയും ഭക്ഷണത്തിന്റെ മാസമാണ്. അതാണ് ഞങ്ങളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നാളെ വലുതായാലും അവരും അത് തന്നെ ചെയ്യും. അവര് വിചാരിക്കുക എന്താ വെച്ചാൽ ഇത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കേണ്ട മാസമാണ്. നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങളെ മക്കളോട്, നിങ്ങളെ വീട്ടിൽ കുഞ്ഞും മക്കളുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്ക് എന്താണ് റംസാനിന്റെ പ്രത്യേകത. നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. റംസാനിന്റെ ഭക്ഷണത്തിന്റെ മാസമല്ല റംസാൻ. റംസാൻ എന്നുള്ളത് ഇബാദത്തിന്റെ മാസമാണ്, തിലാവയുടെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, ദിക്റിന്റെ മാസമാണ്, നന്മയുടെ മാസമാണ്. അത് കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അല്ലാണ്ട് നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് ക്ലീൻ ചെയ്യുക, ബാക്കി സമയം മുഴുവനും അടുക്കളയിൽ അല്ലെ. ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞാൽ പുതിയ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. മക്കൾ നമ്മുടെ ഫോൺ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാവണം എന്റെ ഉമ്മ നോക്കുന്നത് വിവാദത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത്. നമ്മുടെ മക്കൾ നമ്മൾ ഫോൺ എടുക്കും, യൂട്യൂബിൽ ഹിസ്റ്ററി ഉണ്ടാവും. അപ്പൊ മക്കൾക്ക് മനസ്സിലാവണത് ഇത് ഫുഡിന്റെ മാസമല്ല, കളിയുടെ മാസമല്ല, ഇത് വിവാദത്തിന്റെ മാസമാണ് എന്നുള്ളത്. അമിത സംസാരം, കളവ് പറയല്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ റംസാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയത്. ഒരാള് പറയുന്നുണ്ട്, ദിസ് ഈസ് ദ മന്ത് ഓഫ് ഫാസ്റ്റിംഗ് നോട്ട് ഫീസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഇത് പിന്നെ നോമ്പിന്റെ മാസമാണ്. ഫീസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിരുന്നിന്റെ മാസമല്ല എന്നുള്ളതാണ്. ഇത് നമ്മളെ ഫാസ്റ്റിങ്ങിന്റെ മാസമാണോ, ഇത് ഫീസ്റ്റിങ്ങിന്റെ മാസമാണോ, അവനവൻ സ്വയം വിലയിരുത്തിയാൽ മതി അല്ലെ. ഈ റംസാനിലെ എല്ലാ ഒന്നിടവിട്ടിട്ടോ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ പിന്നെ ഈ മാസത്തിൽ 5 or 6 തവണ നമ്മൾ കുറെ ആളെ നോമ്പ് തുറക്കാൻ വിളിക്കും. നമ്മൾ കുറെ ആളെ വീട്ടിലേക്ക് പോവണ്ടെന്നല്ല, നോമ്പ് തുറക്കാൻ കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം, അതിലും കൂലിയുണ്ട്. പക്ഷെ അതൊന്നും അമിതമാവരുത്. ഒരാള് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അടുക്കളയിൽ നിന്നു പോകരുത്. അതിന്റെ കാരണത്താല് നമ്മളെ ഇബാദത്തുകൾക്ക് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പറ്റണം ധൈര്യത്തോട് കൂടിയിട്ട് ഒരു ബിരിയാണി, അതിന്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ, തീർന്നു. ഇല്ലെങ്കിൽ ഒരു പത്തിരിയും കറിയും, അത് കൊടുത്തിട്ട് നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ഒരു വിരുന്നുകാർ വരുന്ന ദിവസം നമുക്ക് ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിക്ർ പോലും ചൊല്ലാൻ പറ്റുന്നില്ല, ഒരു പേജ് ഖുർആൻ പോലും തിലാവ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ നോമ്പ് തുറപ്പിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കൂലിയുണ്ടോ? നമ്മുടേതും പോയില്ലേ, ഉള്ളതും പോയില്ലേ. ആ നോമ്പിനെ കൊണ്ട് ഒരു ഉപകാരം കിട്ടി, അന്നത്തെ ദിവസം പോയില്ലേ, പോയത് പോയില്ലേ. ആ നഷ്ടം തന്നെയല്ലേ.
നമുക്കത് പറ്റണം സഹോദരിമാരെ, നമുക്കത് പറയാൻ പറ്റണം. നമുക്ക് ഇത്രേ പറ്റുള്ളൂ. റംലാന്റെ കാലമാണ്, തീറ്റയുടെ മാസമല്ല ഇത്. നമ്മൾ എന്നാണോ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് അന്നേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ, അന്നേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ, അന്നേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഈ റംലാന് തീറ്റയുടെ മാസമാക്കിയിട്ട് വിളിച്ചോളി. നിങ്ങള് പിന്നെ ഏട്ടത്തിനീറ്റേറെ വിളിച്ചോ, കുടുംബക്കാരെ വിളിച്ചോ, മോളെ ഭർത്താവിന്റെ ആൾക്കാരെ വിളിച്ചോ, അല്ലെ നിങ്ങളുടെ ഭർത്താവിന്റെ ആൾക്കാരെ വിളിച്ചോ, എല്ലാരെയും വിളിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ സാധാരണ ഫുഡ്, ലൈറ്റ് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്, അത് ഒരു തരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം നിങ്ങൾക്ക്. അത് പറ്റില്ല, നിങ്ങൾ വിളിക്കണ്ട. ബാക്കി 11 മാസവും നിങ്ങൾ ഫുൾ ടൈം വിളിച്ചു, എല്ലാ ദിവസവും വിളിച്ചു നിങ്ങൾ ഫുഡ് കൊടുത്തു. ഈ റംസാനിൽ അത് ചെയ്യണ്ടെന്ന് പറയുന്നത്. ഇപ്പോ പിന്നെ ഈ റംസാൻ മാസത്തിൽ വരുന്ന തെറ്റുകൾ, പണ്ഡിതന്മാർ ചില തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധാരണ മാസം പോലെ ഈ മാസം അങ്ങ് കടന്നു പോവാം. ആകെ ഒരു വ്യത്യാസം നമ്മൾ പട്ടിണി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ ഈ നോമ്പ് ഒരു ആസ്വദിക്കാണ്ട് എടുക്കുക. അയ്യോ എടുക്കണല്ലോ, അല്ല ഇത് ഫർളാക്കിയതല്ലേ, നമുക്ക് വേറെ ഒരു വഴിയുമില്ല, ഇതിനൊരു എക്സ്ക്യൂസ് ഇല്ല, നമ്മൾ എടുത്തേ പറ്റൂ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമിച്ചിട്ട് ഈ നോമ്പ് എടുക്കാതിരിക്കുക. നമുക്ക് ഈ നോമ്പിൽ ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും കാണാം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിലെല്ലാം ഒരു സന്തോഷം കണ്ടെത്തുക. പിന്നെ ഈ നോമ്പിന്റെ നിയമങ്ങളൊക്കെ പഠിക്കുക, അല്ലെ? കൂടുതൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ചീത്ത പ്രവൃത്തി, ചീത്ത വാക്കുകൾ, ഇതൊന്നും നമ്മൾ ഒരു മിനിറ്റ് ഇതൊന്നും നമ്മൾ ഈ റംസാൻ മാസമായിട്ട് ഒഴിവാക്കുന്നില്ലെങ്കിൽ പിന്നെ ആ നോമ്പിന്റെ ഗുണം എന്താ, നമ്മൾ ഈ മാസത്തിന്റെ ഗുണം എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ? പിന്നെ ഒരാൾക്ക് ഒരു വലിയ ശുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുക, അവര് പിന്നെ സുബൈ കള്ളാന്നതിന് മുമ്പേ പിന്നെ കുളിച്ചിട്ട് നിസ്കരിച്ചാൽ മതി, എന്നാലും ശുദ്ധിയാവുന്നതാണ്. ചില ആൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ കുളിക്കണം, എന്നാലേ നമുക്ക് ആ നോമ്പ് കിട്ടുള്ളൂ എന്നുള്ളത്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടും കുളിക്കാം, പക്ഷെ സുബൈ കള്ളാവാതെ നോക്കാം. പിന്നെ നീയത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. നോമ്പിന്റെ നീയത്ത് നോമ്പിന് മുമ്പേ നമ്മളത് വാക്കുകൊണ്ട് പറയണമെന്നില്ല. ആ നീയത്ത് എന്താ, ഇപ്പോൾ നോമ്പ് ഞാൻ എടുക്കും, അതല്ല ഒരു നീയത്ത്. അതിലൊരു എന്താ പറയാ, അതിൽ നമ്മളൊരു എൻജോയ്മെന്റ് കണ്ടെത്തുക, അതിൽ പോലൊരു എൻജോയ്മെന്റ് കണ്ടെത്തുക. എല്ലാ കാര്യത്തിലും ഒരു നീയത്ത് ഉണ്ടാവാം നമ്മൾ റമളാനിൽ ചെയ്യുന്ന ഓരോരോ കാര്യത്തിനും വേണ്ടിയിട്ടും. ഇത് ചില ആൾക്കാർക്ക് ഈ നോമ്പിന്റെ സമയത്ത് ഭയങ്കര ദേഷ്യം എടുക്കും അല്ലെ? നമ്മൾ ഉമ്മമാരുടെ കാര്യം തന്നെ എടുത്താൽ മതി, നമ്മൾ ആ വേറെ ആരെയും പുറത്തുള്ള ആളെയൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ മക്കള് 2 ചോദ്യം ചോദിച്ചു 3-ാമത്തെ ചോദിക്കും നമുക്ക് ദേഷ്യം വരും. അതിന്റെ അർത്ഥം എന്താ? ഈ നോമ്പ് നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ്. നോമ്പിനാണ് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. പിന്നെ അതിന്റെ ഫലം നമുക്ക് കിട്ടില്ല. നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ അവിടെ. ഇപ്പൊ നമ്മളെ മക്കള്, ഇപ്പൊ എന്റെ മക്കള്, അവര് എന്തെങ്കിലും 3-4 നിരന്തരം എന്റെ വന്നിട്ട് ഇങ്ങനെ ചോദ്യം എനിക്ക് ദേഷ്യം വരുന്നില്ലെങ്കിൽ അവരെന്തായാലും മനസ്സിലാക്കിയ നോമ്പ് നോറ്റാൽ ദേഷ്യം വരും, അപ്പൊ ഉമ്മാന്റെ അടുത്ത് പോകാൻ പാടില്ല. അതല്ല, നോമ്പ് നോറ്റാൽ ഒന്നുകൂടി ഉമ്മാന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, ഉമ്മാക്ക് ഒന്നുകൂടി ക്ഷമ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു മിനിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, അള്ളാഹു താല 3 പേരുടെ ദുആ തട്ടിക്കളിയില്ല എന്നുള്ളത്, അള്ളാഹു സ്വീകരിക്കുന്നുള്ളത്. അതിലൊന്നും നോമ്പുകാരൻ്റെതല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാനുള്ള ബെസ്റ്റ് ടൈമാണിത്. നമുക്ക് എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹുവിനോട് ചോദിക്കാം. നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കണം അത് അള്ളാഹിനോട് പറയാം. അള്ളാഹിനോട് പറഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം, തീർച്ചയായിട്ടും നമുക്കതൊരു മാറ്റം വരുത്താൻ പറ്റും. കുറെ സമയങ്ങളുണ്ട്. അതിലും പിന്നെ പറയാം, ബോണസിന്റെ മേലെ ബോണസ്. ഓൾറെഡി നമുക്ക് ഈ റംസാൻ ഉള്ളത് ഒരു ബോണസ് ആണ്. അതിന്റെ കൂടെ പിന്നെയും ബോണസ് എപ്പാ? നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഒരു ഡബിൾ ഉറപ്പാണ്, അള്ളാഹു സ്വീകരിക്കും അല്ലെ? മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പ് അല്ലെ, ഒരു പിതാവിന്റെ പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കുന്ന സമയങ്ങളും പിന്നെ ആൾക്കാരും ഉണ്ട്, അള്ളാഹു തന്നിട്ടുണ്ട്. ആ സമയമൊക്കെ ഉപയോഗപ്പെടുത്താം. ആ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാണ്ടും അനാവശ്യ സംസാരത്തിൽ ഏർപ്പെടാതെ നമ്മളെ കാര്യത്തിന് നമ്മളൊന്ന് നന്നാക്കാൻ വേണ്ടി നമ്മളൊന്ന് ഉപയോഗിക്കും. ഈ ഒരു മാസം മാത്രം ഉപയോഗിച്ചാൽ മതി, ബാക്കി 11 മാസത്തേക്കുള്ള ഒരു ഫ്യൂളാണത്.
നമുക്ക് വേണ്ട ഇന്ധനം അതിൽ നിന്ന് കിട്ടും. ഈ ഒരു മാസം നമ്മൾ എത്ര നന്നായിട്ട് നമ്മളെ നന്മകൾ നമ്മളെ ശരീരത്തിൽ നടക്കുന്നുവോ, നമ്മളെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നുവോ, പിന്നെ നമുക്ക് 11 മാസം നന്മയിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഇന്ധനം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അല്ല, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഒരു അരമണിക്കൂർ മുമ്പ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട്, അത് നിർത്തണമെന്നില്ല, അതിന് ഒരു അരമണിക്കൂർ മുന്നേ തുടങ്ങിയാൽ മതി. നിങ്ങളിപ്പോ 4 മണിക്കാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് 3:30 തുടങ്ങിക്കോളൂ. അപ്പൊ ഏകദേശം ഒരു 5:45 ആ സമയമാകുമ്പോഴേക്ക് കഴിയൂലേ അല്ലെ? ആ സമയം വന്നിട്ട് ഇരുന്നിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യും, പിന്നെ ഇത് ദുആ ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. ഇതിനെല്ലാം ഇരട്ടി പ്രതിഫലമല്ലേ? നിങ്ങൾ റംസാൻ കഴിയുമ്പോഴേക്കും എനിക്ക് എന്ത് മാറ്റം ഉണ്ടാവണമെന്ന് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഈ മൊമെന്റിൽ എടുക്കണം, ഇപ്പൊ എടുത്തിരിക്കണം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകണം ഈ മാറ്റം. ഞാൻ ഈ റംസാൻ കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇനിയും 15 ദിവസമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ ആ നോമ്പ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സ്വഭാവം എന്റേത് ഞാൻ മാറ്റിയിരിക്കും. അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. നമുക്കറിയാം നമ്മളിലുള്ള എന്തൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആർക്കും കാണിക്കണമെന്നൊന്നുമില്ല. ഇത് ഞാൻ മാറ്റും, ഇപ്പൊ തീരുമാനം എടുക്കാം. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ തീരുമാനിക്കും. ഈ ട്രെയിനിങ് വേണം നമ്മളെ ഈ 11 മാസം മുഴുവൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ മാറിയില്ല. എനിക്ക് റംസാനിൽ കിട്ടിയ എല്ലാ നന്മകളും ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും അറ്റ്ലീസ്റ്റ് ഈ 11 മാസം ഞാൻ കൊണ്ടുപോകും. പിന്നെയും നമുക്ക് ട്രെയിനിങ് വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. കാരണം ഈ റംസാനിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, സംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് നാളെ സ്വർഗം കിട്ടാനുള്ള ഒരു വഴിയാണ്. നമ്മൾ ഈ വരുത്തിയ മാറ്റങ്ങളും ഈ റംസാനിലുള്ള നമ്മളെ ആസ്വാദനവും ഇതൊക്കെ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കണ്ടീഷൻസ് ആണിത്. ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് അള്ളാഹ് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യും, എന്നിൽ നിന്ന് ഈ അള്ളാഹു ഇന്ന മാറ്റങ്ങൾ നീ വരുത്തണേ റബ്ബേ, ഇന്ന തിന്മകൾ എന്നിൽ നിന്ന് എടുത്തു കളയണേ അള്ളാഹ്, ഞാനും പരിശ്രമിക്കുന്നുണ്ട് റബ്ബേ. കാരണം ഇപ്പൊ ശൈത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ശൈത്താൻ ഇല്ലാലോ നമ്മളെ കൂടെ. ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ഇതിൽ നിന്ന് കേട്ട ഓരോരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അല്ലെ? നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കബറുകൾ അള്ളാഹു വിശാലമുള്ളതും വെളിച്ചമുള്ളതാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു താല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു ഏറ്റവും നല്ല മക്കളെ, ഏറ്റവും നല്ല സ്വാലിയായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളുള്ളവരെ അള്ളാഹു താല അത് സ്വാലിയായ മക്കളാക്കി തീർക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഈ മുഴുവൻ ഉമ്മത്തികളെ കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ആരുടെ ദുആണ് അള്ളാഹു സ്വീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു ദുആ കൊണ്ട് ഈ നമ്മുടെ അറിയുന്നവരും അറിയാത്തവരും മുസ്ലിം കോമന്റിൽ എല്ലാവരും രക്ഷപ്പെട്ടേക്കാം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അതിലൊരു പിശുക്ക് കാണിക്കാതിരിക്കുക. നമ്മൾ ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂട്ടാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായിക്കോട്ടെ അവരെയും കൂടെ കൂട്ടാം. അള്ളാഹു എനിക്കും അവർക്കും പുറത്തു തരട്ടെ എന്ന് ദുആ ചെയ്യും അല്ലെ? അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.